ഫ്രണ്ട്സ് 6500 രൂപയാണ് എനിക്ക് ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോണായിട്ട് ലഭിച്ചത്. ഏകദേശം 575 രൂപയാണ് പ്രോസസ്സിംഗ് ഫീ വരുന്നത്. തിരിച്ചടയ്ക്കേണ്ടതാകുമ്പം 6701 രൂപയാണ് എനിക്ക് തിരിച്ചടവായിട്ട് വരുന്നത്. മൊത്തം അപ്പോൾ എൻ്റെ കൈ കിട്ടിയതെന്ന് പറഞ്ഞാൽ 5924 രൂപയാണ് എനിക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോണ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ലോൺ റിലേറ്റഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഏകദേശം 20,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഏകദേശം 3 മുതൽ 36 മാസത്തെ തിരിച്ചടവ് കാലാവധിയിൽ 12% to 42% പെർ ആനം ഇൻട്രസ്റ്റിലാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇവർ പറഞ്ഞാൽ ക്വിക്ക് ഡിസ്ബേഴ്സിലാണ് ഒരു 7 മിനിറ്റിൽ ലോണ് കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ കയറുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 20,000 രൂപ 12 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 20% പെർ ആനത്തിൽ പ്രോസസ്സിംഗ് ഫീ 500 വരും. മറ്റു ഡേറ്റ് ചാർജസ് കാര്യങ്ങളൊക്കെ വന്ന അവസാനം 22,232 രൂപ നമ്മൾ അടക്കേണ്ടി വരും. അങ്ങനെയാണ് ഡീറ്റെയിൽസ്. പിന്നെ അവരുടെ ലെൻഡിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് FDPL ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഫതക് പേ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ഫതക് പേ എന്നാണ്. പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ഡോക്യുമെൻറ്റ്സ് എന്താണെന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എലിജിബിലിറ്റി നോക്കാം. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ മിനിമം ഏജ് 21 വയസ്സുള്ള ഒരാളായിരിക്കണം ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യുന്നത്. അതല്ലെങ്കിൽ മാക്സിമം ഏജ് ആയിട്ട് പറയുന്നത് 55 വയസ്സ്. അതായത് 21 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള വ്യക്തികൾക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോൺ എടുക്കാൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു KYC ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത് ഒന്നെങ്കിൽ ബർത്ത് പ്രൂഫ് അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ്, ഇതല്ലെങ്കിൽ പാൻ കാർഡ് ഓർ ആധാർ കാർഡ്. നമ്മൾ കൂടുതലും ആധാർ കാർഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഇൻകം പ്രൂഫാണ്. അത് പക്ഷേ എല്ലാ കസ്റ്റമേഴ്സിനും ചോദിക്കുന്നില്ല. കാരണം ചിലർക്ക് ഹൈ വാല്യൂ ലോൺസൊക്കെ ഇൻകം പ്രൂഫ് ഇല്ലാണ്ടും കിട്ടാറുണ്ട്. അത് ഓപ്ഷനിലാണ്. ചിലപ്പോൾ ഇൻകം പ്രൂഫ് സമർപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേണ്ട. മറ്റേന്ന് പറയുന്നത് നമ്മളൊരു റിയൽ ടൈം സെൽഫി, ആ ലോൺ എടുക്കുന്ന ടൈമിൽ നമ്മളൊരു സെൽഫി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോണിന് അപ്ലൈ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ഫതക് പേ ഫിനാൻഷ്യൽ വെൽനസ് എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഏകദേശം 5 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും 4.5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. വിശ്വസിച്ച് ലോൺ എടുക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഫതക് പേ എന്ന് പറയുന്നത്. കാരണം RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്